ഫാബ്രിക് സെലക്ഷനിൽ നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂസിംഗ് ആണോ? വെൽക്കം ടു നതാങ്കി. ഞാൻ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങിയപ്പോൾ നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഏത് ഫാബ്രിക് സെലക്ട് ചെയ്യണം, ഏത് ടൈപ്പ് ക്ലോത്ത് സെലക്ട് ചെയ്യണം, അങ്ങനെ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ് ഞാൻ ഫസ്റ്റ് നിന്നിരുന്നത്. പക്ഷെ അതിൽ നിന്ന് ഇപ്പോൾ കുറേ മാറ്റമൊക്കെ ഉണ്ടായി. അപ്പോൾ നിങ്ങളും ആ ഒരു സ്റ്റേജിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ കൺഫ്യൂസിങ് മാറ്റാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ മൊബൈലിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കൺഫ്യൂസിങ് മാറ്റിയിട്ട് ഏതൊക്കെ ടൈപ്പ് ക്ലോത്ത് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഒരു ക്ലോത്ത് കണ്ടാൽ അത് ഇന്ന ടൈപ്പാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ക്വാളിറ്റി, ആ ഫാബ്രിക്കിന്റെ ക്വാളിറ്റി മെയിൻ ശ്രദ്ധിക്കുക. ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ഇല്ലെങ്കിൽ ക്വാളിറ്റി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിനെ തന്നെ അത് ബാധിക്കും. അപ്പോൾ ക്വാളിറ്റി നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ക്വാളിറ്റി നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ക്വാളിറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് ഇവിടെ മെൻഷൻ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടാൽ മതി. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഓൺലൈൻ വഴി നമ്മൾ ബൾക്ക് എമൗണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ക്വാളിറ്റി ചെക്ക് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ പർച്ചേസ് ചെയ്യരുത്. അങ്ങനെ പർച്ചേസ് ചെയ്താൽ അത് നമുക്ക് തന്നെ നഷ്ടമായിട്ട് മാറും. അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക. അതിപ്പോൾ ഇന്ത്യ മാർട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഷോപ്പിൽ പോയി കണ്ട് ഓർഡർ നമുക്ക് ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. ക്വാളിറ്റി കാരണം മാർക്കറ്റിൽ ക്വാളിറ്റി കുറഞ്ഞ ബ്രാൻഡും ഉണ്ട്, കുറഞ്ഞതും കൂടിയതും മീഡിയം സൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ക്ലോത്തിങ്സ് ഉള്ളപ്പോൾ നമ്മൾ അതിൽ നിന്ന് വേർതിരിച്ച് നല്ല മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മാർക്കറ്റിൽ ട്രെൻഡിങ്ങിലുള്ള ക്ലോത്ത് ഏതാണ്. അപ്പോൾ ചുമ്മാ ഏതെങ്കിലും ക്ലോത്ത് എടുത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ബിസിനസ് ഒന്നും നല്ലതായിട്ട് റൺ ചെയ്യില്ല. അപ്പോൾ മാർക്കറ്റിൽ ഏതാണ് ട്രെൻഡിങ്ങിലുള്ള ക്ലോത്ത് ഏതൊക്കെയാണെന്ന് മെയിൻലി തിരിച്ചറിയുക. ആ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ക്ലോത്ത് മാത്രം പർച്ചേസ് ചെയ്യുക. ചുമ്മാ പർച്ചേസ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? പോരെ കേട്ടോ. ഈ പർച്ചേസ് ചെയ്തവ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണം. നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ച ക്ലോത്ത് നമ്മുടെ ഒരു ഡിസൈൻ, നമ്മുടെ മൈൻഡിൽ ഒരു ഡിസൈൻ ഉണ്ടാവുമല്ലോ, ആ ഡിസൈനുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ നോക്കുക. ഇപ്പോൾ നല്ലൊരു ഡിസൈൻ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മുടെ ക്ലോത്തിന് യോജിക്കാതെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മഹാബോറായിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിന് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡിസൈനനുസരിച്ച് നമ്മളെ ക്ലോത്തുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ അത് ഡിസൈനും ഈ ക്ലോത്തും ഓക്കെ ആണ് എന്നറിഞ്ഞാൽ മാത്രം ഡിസൈനിലോട്ട് കിടക്കുക. ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ സ്റ്റിച്ചിങ്ങിന് ലെവലോട്ട് പോകുമ്പോൾ നല്ല പെർഫെക്റ്റിംഗ് സ്റ്റിച്ചിങ് ആണോ, ഡിസൈൻ മാച്ച് ആണോ, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബിസിനസ് നല്ലതായിട്ട് മുന്നേറും. അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻസ് ആയിട്ട് വീണ്ടും നടാങ്കി വരുന്നതാണ്. മറക്കണ്ട, നടാങ്കി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.